ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാമ്പിൻ്റെ വീഡിയോ ആയിട്ടാണ്. ആരും ഞെട്ടണ്ട, തമിഴിലൊന്നും കണ്ട് ഞെട്ടണ്ട. ഒരു പാമ്പിനെ പിടിച്ച രസകരമായിട്ടുള്ളൊരു കാഴ്ചയും കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏട്ടൻ്റെയൊക്കെ ഒരു ഓഫീസിൽ പാമ്പ് കയറിയതിനെ കുറിച്ച്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ട് പോകാം. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസിലെ എല്ലാവരും, ഏട്ടൻ്റെയൊക്കെ ഓഫീസിലെ എല്ലാവരും പിടിച്ചു കുലുക്കിയ വലിയ പാമ്പ്. അപ്പോൾ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലും ഈ പാമ്പ് എന്തുമായിരുന്നു എന്നുള്ള. സത്യം പറഞ്ഞാൽ ഓഫീസിലുള്ളവരെല്ലാവരും പേടിച്ചു വന്നു. ഏട്ടൻ ചോറ് കഴിക്കാൻ വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഫോൺ വിളിച്ചു, സാറിൻ്റെ ഓഫീസിൽ പാമ്പ് കയറി എന്നും പറഞ്ഞു. ഏട്ടൻ പെട്ടെന്ന് അപ്പോൾ വേറൊരു സാറുണ്ടായിരുന്നു അവിടെ. ആ സാറാണ് കണ്ടത് കേട്ടോ. വാല് മാത്രമേ കണ്ടുള്ളൂ. അപ്പോഴത്തേനും എല്ലാവരും വന്ന് ഭയങ്കര ബഹളമായി. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ബാത്റൂമിനകത്ത് കയറിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് വെളിയിൽ ചാടിയപ്പോഴത്തേനും എല്ലാവരും കയറി ഡെസ്കിൻ്റെ മുകളിൽ കയറിയെന്നോ കസേരയുടെ മുകളിൽ കയറിയെന്നോ ഭയങ്കരമായിട്ട് പേടിച്ച് പോയി കണ്ടപ്പോഴത്തേനെന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാം അവിടെ അല്ലേ സാധനങ്ങളെല്ലാം ഇളക്കി അങ്ങനെയൊക്കെയാണ് പിന്നെ പുള്ളിയെ പിടിച്ചത്. പുള്ളി പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്തുവാന്ന്. പാവം പിടിച്ച് ഒരു ചേരയായിരുന്നു മനസ്സിലായത്. ഭയങ്കര ബഹളമായിരുന്നു എല്ലാവരും. അത് കഴിഞ്ഞപ്പോഴാണ് ചേരയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് അവിടുത്തെ വർക്കർ തന്നെയാണ് കേട്ടോ. പുള്ളി അതിനെ പിടിച്ചിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ താടി ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കണേ എല്ലാവരും ഒന്ന്. ओके इस सांप की उम्र होती है 30 साल। हमारा तो ध्यान सब बोलता है इसके काटने से कोई जहर नहीं होता है। इसके काटने से कोई जहर नहीं होता है। ये सांप सीधा साधा होता है मगर गुस्सैल बहुत ज्यादा होता है। ठीक है। और ऐसे सांपों को हम लोगों को बचाना भी चाहिए क्योंकि हमारे पर्यावरण के प्रहरी हैं। जैसे पेड़ हमारे लिए जरूरी है उतना ही सांप भी जरूरी है। कोई डब्बा दीजिए, इसको हम कहीं छोड़ देंगे। लाओ यार कोई डब्बा लिया। मेस से आप डब्बा लेकर आया, मेस में होगा ना? है कोई डब्बा है? अरे वो टॉप वाला डब्बा लिया है। इसलिए तो ऐसा बैठा हुआ था। इसमें होल मार दो कोई। होल मार दो। क्यों? मर जाएगा वाल में से दुखी था ना। उधर है, उधर बड़ा इस तरह मार दीजिए ना। होल मार दिया। हाँ चारों तरफ होल मार दिया। अरे और यहाँ पे എല്ലാവരും വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഒരു ചേരയായിരുന്നത്. എല്ലാവരും പേടിച്ചു പോയി കേട്ടോ. പാമ്പ് പിടിച്ചൊരു ചേരയായിരുന്നത്. പക്ഷേ ഇവിടെ പാമ്പിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. ഏട്ടൻ്റെയൊക്കെ ഓഫീസിലാണ് കയറിയത്. ഇവിടെ ഒരുപാട് വർക്കറൊക്കെ കടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പേടിച്ച് പോയി സത്യം പറഞ്ഞു. അങ്ങനെ ഏട്ടൻ ഇവിടുന്ന് ഭയങ്കര സ്പീഡിലാണ് പോയത്. അപ്പോൾ അതൊരു ചേരയായിരുന്നു. പുള്ളി ആ പറയുന്നത് മൊത്തം അതിനെ ഉപദ്രവിക്കരുത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഏട്ടാ പാവമാണ്, അതൊക്കെയാണ് കേട്ടോ പറയുന്നത്. അവസാനം ഡബയ്ക്ക് ഹോൾ ഇടിയിപ്പിച്ച്, അതെന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുക തൈര് കിട്ടുന്ന ഡബയാണ്. അതിനെല്ലാം ഹോൾ ഇടിയിപ്പിച്ചിട്ട് അതിനകത്ത് അതിനെ ഇട്ടിട്ട് കാട്ടിക്കൊണ്ടുപോയി വിട്ടിട്ടാണ് പോയത്. പുള്ളി ഇവിടെ വർക്ക് ചെയ്യുന്ന, ഇവരുടെ കമ്പനി തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളിക്ക് ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ നിർത്തിയേക്കാണ് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ അപ്പോൾ അതിന് വേണ്ടി ഉപകരിക്കാൻ വേണ്ടി പുള്ളി അങ്ങനെ നിർത്തിയേക്കുന്ന ആൾ തന്നെ, ഇവരുടെ കമ്പനിയുടെ ആൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതിനെ കൊണ്ടുപോയി വിട്ടു. അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ളൊരു കാഴ്ച നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ, ടേക്ക് കെയർ.